ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 98-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൻ നിസായിലെ 122 തുടങ്ങി 127 വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത്. നമ്മളിതിനു മുമ്പ് പറഞ്ഞു വന്നിരുന്ന സംഭവം പടയങ്കി മോഷണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിരുന്നു. അള്ളാഹു അതിനെക്കുറിച്ച് ഒരുപാട് ആയത്തുകൾ നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ പറഞ്ഞത് എന്തായിരുന്നു? പിശാജിൻ്റെ പ്രതിജ്ഞയെ കുറിച്ച് പറഞ്ഞു അല്ലേ. ഇബ്ലീസ് എന്താ പറഞ്ഞത്? നിശ്ചയമായും നിന്റെ അടിയാന്മാരിൽ നിന്നൊരു വിഭാഗത്തെ എനിക്ക് അനുകൂലമായി അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടാക്കി തീർക്കും എന്ന് പറഞ്ഞു. അപ്പം അവരെ വഴിപിഴപ്പിക്കും. അവരെ എങ്ങനെയൊക്കെ വഴിപിഴപ്പിക്കുക? പല വ്യാമോഹങ്ങൾ ഇട്ട് കൊടുക്കും. ഞാൻ അവരോട് കൽപ്പിക്കും പല തരത്തിലുള്ള ഹറാമുകൾ ചെയ്യാനും ഇല്ലാത്ത പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ അവർക്ക് ഞാൻ കൽപ്പിക്കും. അപ്പം അവരതുപോലെ ചെയ്യും എന്നൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് കണ്ടത്. അപ്പം അങ്ങനെ ചെയ്യണവരെ, പിശാചിനെ പിൻപറ്റുന്നവർക്കുള്ള സങ്കേതം നരകമാകും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ അവസാനിപ്പിച്ചത്. ഇനി അടുത്ത പേജിൽ സ്വർഗവാസികളെ കുറിച്ചിട്ടാണ് പറയണത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين آمنوا وعملوا الصالحات سندخلهم جنات تجري من تحتها الأنهار خالدين فيها أبدا وعد الله حقا ومن أصدق من الله قيلا. ഖുർആനിൽ ഒരുപാട് തവണ ആവർത്തിച്ച് വന്ന അല്ലെങ്കിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ആശയം തന്നെയാണ് അള്ളാഹു ഇവിടെ വീണ്ടും പറഞ്ഞു തരുന്നത്. എന്താ? വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് വഴിയെ അള്ളാഹു സ്വർഗത്തോപ്പുകൾ നൽകും. പിന്നെ ആ സ്വർഗത്തോപ്പുകൾ എങ്ങനത്തെയാന്ന് പറഞ്ഞു? താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്നതായിരിക്കും. അവിടെ ഇവർ നിത്യവാസികളായിരിക്കും എന്ന് പറഞ്ഞു. ഇത് അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാനാണ്, അള്ളാഹുവിൻ്റെ ഒരു ഉറപ്പാണിത് ഇത്. എന്നിട്ട് പിന്നെ അള്ളാഹു ചോദിക്കണത്, സംസാരത്തിൽ ഏറ്റവും അധികം സത്യം പറയണ ആരാണ് അള്ളാഹുവിനേക്കാൾ എന്ന്. അപ്പോൾ അള്ളാഹു പറയണ ഈ ഒരു വാക്ക് സത്യമാണ്, അത് നടക്കാൻ പോണ കാര്യമാണ് എന്നാണ് അള്ളാഹു പറഞ്ഞു തന്നത്. അപ്പോൾ വല്ലദീന ആമനു, വല്ലദീന യാതൊരു കൂട്ടർ, ആമനു അവർ വിശ്വസിച്ചു, വഅമിലു സ്വാലിഹാത്തി വിശ്വസിച്ചാൽ മാത്രം പോരാ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വേണം. അല്ലെങ്കിൽ നേരെ തിരിച്ച്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രം പോരാ, അതിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. എന്ത് വിശ്വാസം? അള്ളാഹു ഇതിന് എനിക്ക് പ്രതിഫലം തരും, അല്ലെങ്കിൽ ഇതിന് ആ ഒരു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു സൽക്കർമ്മം ചെയ്യണമെന്നുള്ളൊരു ബോധം ഉണ്ടായിരിക്കണം. അല്ലാണ്ട് പരലോകത്തിന് വിശ്വാസം ഇല്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ അള്ളാഹുൽ വിശ്വാസം ഇല്ലാത്ത ഒരാൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ട് അയാൾക്ക് പരലോകത്ത് ചെല്ലുമ്പോൾ പ്രതിഫലം കിട്ടൂല. അപ്പോൾ വേണ്ട രണ്ട് ക്വാളിറ്റി ഇതാണ്: വിശ്വസിക്കണം, ആ വിശ്വാസം അനുസരിച്ച് കൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സനുദ്ഖിലുഹും, അവിടെ ദഖല എന്നുള്ള വാക്കാണ്. ദഖല പ്രവേശിച്ചു. സനുദ്ഖിലുഹും, സ വഴിയെ, നുദ്ഖിലു നാം പ്രവേശിപ്പിക്കും, ഹും അവരെ, അപ്പം അവരെ നാം വഴിയെ പ്രവേശിപ്പിക്കും. ജന്നാത്ത്, ജന്നാത്ത് എന്ന് വെച്ചാൽ തോട്ടങ്ങൾ അല്ലെങ്കിൽ സ്വർഗങ്ങൾ. അപ്പോൾ സ്വർഗങ്ങളിൽ പ്രവേശിപ്പിക്കും. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അത് എങ്ങനെയുള്ള സ്വർഗമായിരിക്കും? അതിൻ്റെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്നതായിരിക്കും. പിന്നെ ഖാലിദീന ഫീഹ അബദ, ഖാലിദ് എന്താണ്? നിത്യവാസിയായിരിക്കും. ഫീഹ അതിൽ, അബദ എന്നെന്നും. അപ്പം അങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരതിൽ നിത്യവാസികളായിരിക്കും. ഇനി പറയുന്നത് വഅദല്ലാഹി ഹഖ, ഇത് അള്ളാഹുവിൻ്റെ യഥാർത്ഥമായ വാഗ്ദാനമാണ്, സത്യമായി നടക്കാൻ പോണൊരു വാഗ്ദാനമാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, വമൻ ആരുണ്ട്, അസ്ദഖു ഏറ്റവും സത്യവാൻ, മിൻ അള്ളാഹി ഖീല വാക്കിൽ അള്ളാഹുവിനേക്കാൾ. ഒരു കാര്യം പറയണേൽ അള്ളാഹുവിനേക്കാൾ സത്യവാനായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല എന്നാണ് അവിടെ പറയണത്. അപ്പോൾ അള്ളാഹു നൽകുന്ന ഈ വാഗ്ദാനം സത്യമാണ്, യഥാർത്ഥമാണ്, നമ്മളിനി ഭാവിയിൽ അനുഭവിച്ചറിയാൻ പോണ കാര്യമാണ്. ഇനി അടുത്ത ആയത്ത് പറയണത് ഈ വേദക്കാരും സത്യവിശ്വാസികളും തമ്മിൽ ഉണ്ടാവണ ഒരു ചർച്ചയെ കുറിച്ചിട്ടാണ്. ഇവർ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ രണ്ടു കൂട്ടരും അവരവരുടെ വിശ്വാസത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഭാവിയിൽ അവർക്ക് കിട്ടാൻ പോണ കാര്യത്തെക്കുറിച്ചൊക്കെ പറയും. അപ്പോൾ ഈ നമ്മൾ അഹ്ലുൽ കിതാബിൻ്റെ വേദക്കാരുടെ കാര്യങ്ങൾ നമ്മൾ സൂറത്തുൽ ബഖറയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവരെന്താ പറയുക? ഞങ്ങൾ അള്ളാഹുവിൻ്റെ മക്കളാണ്, ഏറ്റവും അടുപ്പക്കാരാണ്, ഞങ്ങളിപ്പോൾ നരകം സ്പർശിക്കുകയാണെങ്കിൽ തന്നെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ സ്പർശിക്കുകയുള്ളൂ, ഞങ്ങൾക്ക് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരാണ്, ഞങ്ങൾക്ക് വേണ്ടിയാണ് സ്വർഗം, ഞങ്ങൾ മാത്രമേ സ്വർഗത്തിൽ ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് അവർ പറയുക.
അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സത്യവിശ്വാസികളും വിട്ടുകൊടുക്കൂല അല്ലേ. അപ്പോൾ അവരെന്താ പറയുക, ഞങ്ങൾക്കാണ് അള്ളാഹുവിൻ്റെ അവസാന വാക്ക് അല്ലെങ്കിൽ അവസാന വേദഗ്രന്ഥം അവതരിച്ചത് ഞങ്ങൾക്കാണ്, പിന്നെന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവസാനത്തെ പ്രവാചകൻ, അപ്പോൾ ഞങ്ങളുടെ പ്രവാചകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിരുന്നു പിൻപറ്റേണ്ടിയിരുന്നത്. അങ്ങനെ ഇവരും പറയും. അപ്പോൾ അള്ളാഹു പറയാണ്, നിങ്ങളുടെ വ്യാമോഹങ്ങൾ അനുസരിച്ചിട്ടല്ല കാര്യങ്ങൾ തീരുമാനിക്കണേ, ഇനി വേദക്കാരുടെ വ്യാമോഹങ്ങൾ അനുസരിച്ചിട്ടും അല്ല. അത് രണ്ട് കൂട്ടരും ആഗ്രഹിക്കുന്ന രീതിയിലൊന്നല്ല അള്ളാഹു കാര്യങ്ങൾ തീരുമാനിക്കുകയാണ്. ആര് തിന്മ പ്രവർത്തിച്ചോ അതിനുള്ള പ്രതിഫലം അവർക്ക് കിട്ടും. അള്ളാഹുവിനെ കൂടാതെ ഒരു സഹായിയെയോ ഒരു രക്ഷാകർത്താവിനെയോ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റൂല എന്നാണ് അള്ളാഹു പറയണത്. ഈ വേദക്കാർ പറയാറുണ്ട്, ഞങ്ങൾ ഈ പ്രവാചകന്മാരുടെ ഒരു പാരമ്പര്യത്തിലുള്ള ആളുകളാണ്. കാരണം യാക്കൂബ് നബി അലൈഹി ഇസ്ലാം തുടങ്ങി ഇങ്ങോട്ട് ഒരുപാട് പ്രവാചകന്മാർ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പരമ്പരയിൽ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഇവർ വീമ്പളക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു മറുപടി ആയിട്ടാണ് അള്ളാഹു ഈ ആയത്ത് അവതരിപ്പിച്ചത്. അപ്പോൾ ലൈസ ഇല്ല ബി അമാനിയിക്കും, നിങ്ങളുടെ വ്യാമോഹങ്ങൾ അനുസരിച്ചല്ല. അതായത് സത്യവിശ്വാസികളോടെയാണ് അള്ളാഹു പറയണത് അല്ലേ, നിങ്ങളുടെ വ്യാമോഹങ്ങൾ അനുസരിച്ചല്ല. വല അമാനി അഹ്ലിൽ കിതാബ്, വേദക്കാരുടെ വ്യാമോഹങ്ങൾ അനുസരിച്ചും അല്ല കാര്യങ്ങൾ നടക്കണത്. വമയ്യഅമൽ, ആരെങ്കിലും പ്രവർത്തിച്ചാൽ സൂ എന്ന് വെച്ചാൽ ഒരു മോശമായ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു തിന്മ, യുജ്സ ബിഹി, ജസ എന്ന് വെച്ചാൽ പ്രതിഫലം നൽകുക അല്ലേ. അപ്പോൾ യുജ്സ ബിഹി, അവന് അതിന് പ്രതിഫലം നൽകപ്പെടും. വലാ യജിദ് ലഹു, അവൻ കണ്ടെത്തുന്നതേ അല്ല, മിൻ ദൂനില്ലാഹി, അള്ളാഹുവിന് പുറമെ അല്ലെങ്കിൽ അള്ളാഹുവിനെ കൂടാതെ, വലിയൻ ഒരു കൈകാര്യകർത്താവിനെയോ വലാ നസീറ ഒരു സഹായിയെയോ കണ്ടെത്തുന്നതല്ല. അപ്പോൾ നമ്മൾ ചെയ്ത ഏതൊരു പ്രവർത്തിക്കുമുള്ള പ്രതിഫലം അവിടെ കിട്ടും. നന്മ ചെയ്താൽ അതിനുള്ള പ്രതിഫലവും തിന്മ ചെയ്താൽ അതിനുള്ള പ്രതിഫലവും കിട്ടും. ഈ ഒരു ആയത്ത് അവതരിച്ച സമയത്ത് സത്യവിശ്വാസികൾക്ക് ഒരുപാട് സങ്കടം ഉണ്ടായി. കാരണം നമ്മൾ ചെയ്യണ ഓരോ തിന്മയ്ക്കും അതിനുള്ള പ്രതിഫലം, അതായത് ശിക്ഷ കിട്ടും എന്നാണ് ഈ ആയത്തിൽ പറയണത് അല്ലേ. അപ്പോൾ ഒരു തെറ്റ് പോലും ചെയ്യാത്ത ഒരാളുണ്ടായിരിക്കില്ല അല്ലേ. തിന്മ എല്ലാവരിലും ഉണ്ടാവണ കാര്യമാണ്. അപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ പോയി ചോദിച്ചു, പ്രവാചകരെ നമ്മൾ ചെയ്യണ എല്ലാ തെറ്റിനുമുള്ള ശിക്ഷ ഞങ്ങൾക്ക് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ആശ്വസിപ്പിച്ചത് ഇങ്ങനെയാണ്, ഈ സത്യവിശ്വാസികൾക്ക് അനുഭവപ്പെടുന്ന അസുഖങ്ങൾ അല്ലെ, രോഗങ്ങൾ കാരണം ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റു പല പരീക്ഷണങ്ങൾ കാരണങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ ചെയ്യുന്ന തെറ്റിൻ്റെ ഒരു ഭാഗമായി നമുക്ക് കിട്ടണതായിരിക്കാം. അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ ആ ഒരു പരീക്ഷണം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ക്ഷമിക്കുകയാണെങ്കിൽ അത് നമ്മൾക്ക് സൽക്കർമ്മങ്ങളായി അല്ലെങ്കിൽ സൽഫലങ്ങളായിട്ട് നമുക്കത് ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ആശ്വസിപ്പിക്കുകയാണ് ഉണ്ടായത്. സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതമാണെന്ന് പറഞ്ഞിട്ടൊരു ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. സത്യവിശ്വാസിയായ ഒരാൾക്ക് ഒരു നന്മ ബാധിച്ചാൽ എന്ത് ചെയ്യും, അയാൾ ശുക്ർ ചെയ്യും, അള്ളാഹുവിന് നന്ദി ചെയ്യും. ഇനി ഒരു പരീക്ഷണമാണ് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യും, ആ പരീക്ഷണത്തിൽ ക്ഷമിക്കും. അപ്പോഴും അയാൾക്ക് അതൊരു നന്മയായി മാറും എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ട കാര്യം. അപ്പം നമ്മുടെ കാലിലൊരു മുള്ളു തറച്ചാൽ പോലും അതിനുള്ള നമുക്ക് പ്രതിഫലം കിട്ടും അള്ളാഹുവിൽ നിന്ന്. ഒന്നില്ലെങ്കിൽ നമ്മുടെ ശിക്ഷകളെ അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകളെ അള്ളാഹു പുറത്തു തരും, അല്ലെങ്കിൽ നമുക്കതൊരു നന്മയായി പടച്ചോൻ പരലോകത്ത് തരും. അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത് ഇനി സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരെ കുറിച്ചിട്ടാണ്. ഇവിടെ പറഞ്ഞു തിന്മ ആര് ചെയ്താലും അതിനുള്ള പ്രതിഫലം അവന് കിട്ടും, അവന് സഹായിയായി അള്ളാഹു അല്ലാണ്ട് വേറെ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അല്ലേ. ഇനി പറയണത് وَمَنْ يَعْمَلْ مِنَ الصَّالِحَاتِ مِنْ ذَكَرٍ أَوْ أُنْثَى وَهُوَ مُؤْمِنٌ فَأُولَئِكَ يَدْخُلُونَ الْجَنَّةَ وَلَا يُظْلَمُونَ نَقِيرًا. വമയ്യഅമൽ, ആരെങ്കിലും പ്രവർത്തിച്ചാൽ, മിനസ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ, മിൻ ദക്കറിൻ ഔ ഉൻസ, അവിടെ അള്ളാഹു പ്രത്യേകം എടുത്ത് പറയാണ്, പുരുഷന്മാരിൽ നിന്നോ സ്ത്രീകളിൽ നിന്നോ ആര് ചെയ്താലും അവർക്ക് വഹുവ മുഅ്മിനുൻ, എങ്ങനെ ആയിരിക്കണം ഈ സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടത്, അവര് സത്യവിശ്വാസം സ്വീകരിച്ചുകൊണ്ടായിരിക്കണം അല്ലെങ്കിൽ വിശ്വാസമുള്ള ഒരാളായിക്കൊണ്ടായിരിക്കണം ഈ സൽക്കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ. ഫഉലൈക, എന്നാൽ അക്കൂട്ടർ യദ്ഖുലൂനൽ ജന്നത, അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. വലാ യുദ്ലമൂന, അവർ അവരോട് അനീതി ചെയ്യപ്പെടുകയില്ല. നഖീറ, നഖീർ എന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് പറഞ്ഞു ഈത്തപ്പഴത്തിൻ്റെ കുരുവായിട്ട് ബന്ധപ്പെട്ട ഒരു 3 വാക്കുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഖിത്മീർ, നഖീർ, പിന്നെ ഫത്തീൽ അല്ലേ. അപ്പോൾ നഖീർ എന്ന് വെച്ചാൽ എന്താ, ഈത്തപ്പഴത്തിൻ്റെ കുരുവുമുള്ള ചെറിയൊരു ഡോട്ട്, ഒരു കുത്തുണ്ട്, അതാണ് നഖീർ. അതായത് ഇപ്പം നമ്മൾ മലയാളത്തിൽ പറയില്ലേ ഒരു കടുകുമണി പോലും എന്ന് പറയില്ല, അതുപോലെ അള്ളാഹു അവിടെ പറഞ്ഞു തരാണ്, ഒട്ടും തന്നെ ഒരു ചെറിയ അളവ് പോലും നിങ്ങളോട് അനീതി കാണിക്കുകയില്ല എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. അപ്പം ഈ 3 ആയത്തിൽ ഇത്രയേ ഉള്ളൂ. നല്ല കാര്യങ്ങൾ ചെയ്താൽ വിശ്വസിക്കണം, ആ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്താൽ അള്ളാഹുവിൻ്റെ നിന്ന് പ്രതിഫലം കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മളൊരു കാര്യം ചെയ്താൽ അതിനുള്ള പ്രതിഫലം അള്ളാഹു സ്വർഗത്തോപ്പിൽ അവരെ നിത്യവാസികളായിക്കൊണ്ട് അവരവിടെ പ്രവേശിപ്പിക്കും എന്നുള്ളതാണ്. ഇനിയൊരു തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലോ അവർക്ക് സഹായിക്കാനായിട്ട് ആരും ഉണ്ടാവില്ല, ആ തിന്മയ്ക്കുള്ള ശിക്ഷ അവർക്ക് അവിടെ കിട്ടും എന്നാണ് ഈ ഒരു 3 ആയത്തുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്.
അടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു തരുന്നത് ആരാണ് മതത്തിൽ ഏറ്റവും കൂടുതൽ നല്ലത് എന്നാണ് പറയണത്. ആയത്ത് നമുക്ക് നോക്കാം. വമൻ അഹ്സനു ദീനം മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ വത്തബഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ. വമൻ ആരാണ്, അഹ്സൻ ഏറ്റവും നല്ലത്, ദീനൻ മതത്തില്, മിമ്മൻ യാതൊരുവനേക്കാൾ, അസ്ലമ എന്ന് വെച്ചാൽ കീഴ്പ്പെട്ടു അല്ലെങ്കിൽ കീഴ്പ്പെടുത്തിയ ഒരുവനേക്കാൾ. എന്താണ് കീഴ്പ്പെടുത്തിയത്? വജ്ഹഹു തൻ്റെ മുഖത്തെ. ആർക്ക് കീഴ്പ്പെടുത്തി? ലില്ലാഹി അള്ളാഹുവിന്. അപ്പൊ അള്ളാഹുവിനെ തൻ്റെ മുഖത്തെ കീഴ്പ്പെടുത്തിയ ഒരുവനേക്കാൾ നല്ലവൻ ആരാണുള്ളത്? അവൻ എങ്ങനെ ആയിരിക്കണം തൻ്റെ മുഖത്തെ കീഴ്പ്പെടുത്തേണ്ടത്? വഹുവ മുഹ്സിനുൻ അവൻ സൽഗുണവാനാണ്. പിന്നെ അത് മാത്രം പോരാ, വത്തബഅ മില്ലത ഇബ്രാഹീമ ഹനീഫ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മാർഗത്തെ നിഷ്കളങ്കമായി പിൻപറ്റുകയും ചെയ്ത ഒരാളായിരിക്കണം. അപ്പൊ ദീനിലെ ഏറ്റവും നല്ല ആളെന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്ത് അല്ലെങ്കിൽ മാർഗം പിന്തുടരുന്നവരും സൽഗുണവാനുമായ ഒരാൾ അവൻ്റെ മുഖം അള്ളാഹുവിന് കീഴ്പ്പെടുത്തുകയും ചെയ്താൽ അവനാണ് ഏറ്റവും നല്ല ആള് ദീനിൽ നിന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. ഞാൻ അള്ളാഹു അവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പറയാണ്, വത്തഖദല്ലാഹു അള്ളാഹു ആക്കിയിരിക്കുന്നു അല്ലെങ്കിൽ സ്വീകരിച്ചിരിക്കുന്നു ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ഖലീല ഉറ്റ ചങ്ങാതിയായി. അപ്പം ഇവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയാൻ കാര്യം എന്താണ്? ഈ വേദക്കാരെന്നറിയപ്പെടുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ സത്യവിശ്വാസികളും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ഇവരൊക്കെ പറയണത് എന്താ? ഞങ്ങളുടെ പിതാവ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ്, ഞങ്ങളൊക്കെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പാത പിന്തുടരുന്നവരാണെന്നാണ് പറയണത് അല്ലേ വേദക്കാർ. ഇപ്പോൾ ക്രിസ്ത്യാനികൾ പറയണത് ഞങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പാതയാണ് പിന്തുടരുന്നത്. അപ്പോൾ മറ്റേ ജൂതന്മാരും പറയണത് ഞങ്ങളും അതെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പാതയാണ് പിന്തുടരണമെന്ന് പറയും. അപ്പോൾ അള്ളാഹു ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പാത ഏതാണ്. അള്ളാഹുവിന് നിഷ്കളങ്കമായി മുഖത്തെ കീഴ്പ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിനെ അള്ളാഹു എന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ ഏറ്റവും ഉറ്റ ചങ്ങാതിയായി സ്വീകരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിലേക്ക് എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ട ആളാണ് അല്ലേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ചെറുപ്പത്തിലെ തന്നെ പിതാവ് എന്താണ് സത്യവിശ്വാസം അല്ലെങ്കിൽ തൗഹീദ് പറഞ്ഞപ്പോൾ അംഗീകരിച്ചില്ല, വീട്ടിൽ നിന്നും എറിഞ്ഞാട്ടുകയാണ് ഉണ്ടായത്. അങ്ങനെ വീട് വിട്ടു പോകേണ്ട ഒരവസ്ഥ വന്നു. പിന്നീട് തൗഹീദ് പറഞ്ഞതിൻ്റെ പേരിൽ, അത് അള്ളാഹുവിനെ അല്ലാണ്ട് വേറെ ആരെയും ആരാധിക്കാൻ പാടില്ല എന്ന് ജനങ്ങളോട് പറഞ്ഞതിൻ്റെ പേരിൽ തീക്കുണ്ടാരത്തിൽ എറിഞ്ഞു. എന്നിട്ടും അള്ളാഹു അവിടെ അള്ളാഹുവിൻ്റെ സഹായം കൊടുത്തു അല്ലേ. യാ നാറു കൂനി ബർദം വസലാമ അല ഇബ്രാഹിം എന്നാ പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനേക്ക് ആ തീയെ നീ തണുപ്പും സമാധാനവും നൽകാൻ പറഞ്ഞു. അങ്ങനെ ആ തീക്കുണ്ടാരത്തിൽ നിന്നും അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അവിടെയൊക്കെ എന്താണ്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ദൃഢബോധ്യത്തിനാണ് അള്ളാഹു അവിടെ അനുഗ്രഹം ചെയ്തത് അല്ലേ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടായത് ആ തൗഹീദിൽ ഉറച്ചു നിന്നത് കൊണ്ടാണ്. അവിടെ വേണമെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യായിരുന്നു. ഈ ബഹുദൈവ ആരാധകർ എന്താണ്? അവർ അള്ളാഹുവിനെ വിശ്വസിക്കണവരാണ്, കൂട്ടത്തിൽ കുറേ വേറെ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കണതാണ്. അതൊന്ന് കണ്ണടച്ചെങ്കിൽ ഇദ്ദേഹത്തിന് അവർ തീയിലെറിയൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ അവിടെയും ഉറച്ചു നിന്നു. അതിനേലും വലിയ പരീക്ഷണമാണ് പിന്നീട് വന്നത്. കുറേ നാൾ കുട്ടികളില്ലാണ്ടിരുന്ന് ആറ്റുനോറ്റൊരു കുട്ടി ഉണ്ടായപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന വരികയാണ്, ഭാര്യയെയും ആ കുഞ്ഞുമകനെയും ഒരു പുൽക്കൊടിയോ വെള്ളമോ ഇല്ലാത്ത ആ മരുഭൂമിയിൽ കൊണ്ടുവന്നാക്കി തിരിച്ചു പോരാനാണ് പറഞ്ഞത്. എന്നിട്ടും അവിടെ പതറിയില്ല. അദ്ദേഹം അത് കൃത്യമായി അനുസരിച്ചു. അത് കഴിഞ്ഞ് കുട്ടി വലുതായി, ഒന്ന് നടക്കാനും അല്ലെങ്കിൽ ഒന്ന് സഹായിക്കാനൊക്കെ ഉള്ള ഒരു പ്രായം എത്തിക്കഴിഞ്ഞപ്പോൾ വല്ലപ്പോഴാണ് ഈ കുട്ടീനെ കാണാല്ലേ. അങ്ങനെ കാണാൻ വന്ന സമയത്ത് എന്താ അള്ളാഹു പറഞ്ഞത്? അള്ളാഹു സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു, മകനെ അറക്കണം എന്നാണ് പറഞ്ഞത്. അവിടെയും പിശാച് ഒരുപാട് പ്രലോഭനങ്ങൾ കൊടുത്തു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്. അതൊരു വെറും സ്വപ്നമല്ലേ, ഇത് കണ്ടിട്ട് നീ കുട്ടീനെ ഇറക്കാൻ പോവുകയാണോ എന്നൊക്കെ അല്ലേ. നമ്മളൊക്കെ ആണെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും നമ്മൾ പ്രതികരിക്കുക? അവിടെയും ഇബ്രാഹിം അലൈഹി ഇസ്ലാം അള്ളാഹുവിന് പൂർണ്ണമായി കീഴ്പ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയെ അനുസരിക്കുന്നതാണ് നമ്മൾ കണ്ടത് അല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരു ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. വളരെ നിഷ്കളങ്കമായിക്കൊണ്ടാണ് അള്ളാഹുവിന് അദ്ദേഹം കീഴ്പ്പെട്ടത്. അതുപോലെയാണ് കീഴ്പ്പെടേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. അങ്ങനെയുള്ള ഒരാളാണ് ദീനിൽ ഏറ്റവും ഉത്തമൻ അല്ലെങ്കിൽ ഏറ്റവും നല്ല ആളെന്നാണ് അള്ളാഹു പറയണത്. അപ്പോൾ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് കൊടുത്ത ആ സ്ഥാനം കൂടി നമുക്ക് പറഞ്ഞു തരാണ്. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല ഏറ്റവും ഉറ്റ ചങ്ങാതിയായി, അള്ളാഹുവിൻ്റെ ചങ്ങാതിയായി അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ സ്വീകരിച്ചിരിക്കുന്നു എന്നും അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നു. അടുത്ത ആയത്തിൽ അള്ളാഹുവിൻ്റെ സിഫത്തിനെ കുറിച്ചിട്ടാണ് പറയണത്. വലില്ലാഹി മാഫിസ് സമാവാതി വമാഫിൽ അർദ് വകാനല്ലാഹു ബികുല്ലി ഷൈഇൻ മുഹീത. അള്ളാഹുവിനുള്ളതാണ് ഈ ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും മുഴുവനും അള്ളാഹുവിനുള്ളതാണ്.
വക്കാൻ അല്ലാഹു അല്ലാഹു ആകുന്നു താനും ബികുല്ലി ഷൈഇൻ എല്ലാ വസ്തുക്കളെയും അല്ലെങ്കിൽ എല്ലാ കാര്യത്തെയും മുഹീത്ത വലയം ചെയ്യുന്നവനാണ്. അതപ്പോൾ എല്ലാം അള്ളാഹുവിൻ്റെ അധികാരത്തിൽ തന്നെ ഉള്ളതാണ് അള്ളാഹു ഇവിടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യണത്. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് മറ്റൊരു വിഷയത്തിലേക്കാണ് അള്ളാഹു പോണത്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ വന്നിട്ട് സ്ത്രീകളുടെ വിഷയത്തിൽ വിധി തേടുകയാണ്. മതത്തിൻ്റെ വിധി എന്താണെന്ന് ചോദിക്കുകയാണ്. അതിനെക്കുറിച്ചിട്ടാണ് അള്ളാഹു അടുത്ത ആയത്തിൽ പറയണത്. നമുക്ക് ആയത്തൊന്ന് നോക്കാം. ويستفتونك في النساء قل الله يفتيكم فيهن وما يتلى عليكم في الكتاب في يتامى النساء اللاتي لا تؤتونهن في يتامى النساء اللاتي لا تؤتونهن ما كتب لهن وترغبون أن تنكحوهن والمستضعفين من الولدان وأن تقوموا لليتامى بالقسط وما تفعلوا من خير فإن الله كان به عليما. ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അന്ന് സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, സ്ത്രീകളുടെ വിഷയത്തിൽ ഞങ്ങൾക്കൊരു വിധി പറഞ്ഞു തരാൻ. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ അറബികൾ അന്ന് ഒരുപാട് വിവാഹം കഴിക്കുന്ന ഒരു രീതിയായിരുന്നു അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. അതിന് പ്രത്യേകിച്ച് എണ്ണമൊന്നുമില്ല, 15 അതിൽ കൂടുതലും ഒക്കെ വിവാഹം കഴിച്ച ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സ്ത്രീയെ കാണാൻ അവർക്ക് എന്തെങ്കിലും കല്യാണം കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ മഹർ കൊടുത്തു എങ്ങനെയെങ്കിലും ആ സ്ത്രീയെ കല്യാണം കഴിക്കുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് വിവാഹം കഴിച്ച സ്ത്രീകളെയൊക്കെ ചിലപ്പോൾ അവരോടൊന്നും നീതി കാണിക്കാൻ ഇവർക്ക് പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഇവർ അതിനു വേണ്ടി ശ്രമിക്കാറുണ്ടായിരുന്നില്ല. അവർക്ക് ആരോടാണോ കൂടുതൽ അടുപ്പം തോന്നുന്നത് അവരുടെ കൂടെ ആയിരിക്കും. ഏതൊരു വിഷയത്തിലായാലും, ഇപ്പോൾ സാമ്പത്തികമായ വിഷയത്തിലാണെങ്കിലും അല്ലെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അവർ നീതി പുലർത്താറൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു അവസരത്തിലാണ് അള്ളാഹു സൂറത്തുൻ നിസായിലെ ആദ്യ ഭാഗത്ത് കുറച്ച് ആയത്തുകൾ അവതരിപ്പിച്ചു അല്ലേ. എന്താ, നിങ്ങൾ അനാഥകളുടെ വിഷയത്തിൽ നീതി പുലർത്തണം. ഇനി അനാഥകളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവർക്ക് കൃത്യമായി മഹർ കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് നീതി പുലർത്താൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റ് സ്ത്രീകളിൽ നിന്നും 2, 3, 4 പേരെ വിവാഹം കഴിച്ചോളാൻ പറഞ്ഞു. ഇനി 2, 3 പേരൊക്കെ വിവാഹം കഴിച്ചിട്ട് അവർക്കിടയിൽ നീതി പാലിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് പേടി തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒരെണ്ണം മാത്രം കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു ആയത്ത് അവതരിച്ചപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. ഒരുപാട് ഭാര്യമാരുണ്ടല്ലേ. അപ്പോൾ ഇവർ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, പല ഭാര്യമാർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. ചിലവർക്ക് രോഗമായിട്ടിരിക്കണവരാണ്, ചിലവർക്ക് എന്താ കുട്ടികളുണ്ടാവാത്തവരാണ്, ചിലവർ ഇപ്പോൾ ലൈംഗിക ബന്ധം നടത്താൻ കഴിവില്ലാത്ത പ്രായത്തിയവരായിരിക്കാം. അപ്പം അങ്ങനെയുള്ള ഭാര്യമാർ ഉണ്ടായിരിക്കെ ഞങ്ങൾ എങ്ങനെ ഇവർക്കിടയിൽ നീതി പുലർത്തും എന്നാണ് ഇവർക്ക് സംശയം ഉണ്ടായിരുന്നത്. ഈ ആയത്തിൽ അള്ളാഹു എന്താണ് ചോദ്യം എന്ന് പറയണില്ല, പക്ഷേ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളൂ. സ്ത്രീകളുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ വിധി തേടുന്നു. അപ്പോൾ അവരോട് പറയുക, സ്ത്രീകളുടെ വിഷയത്തിൽ അള്ളാഹു നിങ്ങൾക്ക് വിധി നൽകുകയാണ്. സ്ത്രീകളിലെ അനാഥകളുടെ കാര്യത്തിൽ വേദഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടത് നിങ്ങൾ ഓർക്കുക. അപ്പം മുമ്പ് അനാഥകളുടെ വിഷയത്തിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങളൊന്ന് ഓർക്കുക. അപ്പം എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സ്ത്രീകൾക്ക്, അനാഥരായ സ്ത്രീകൾക്ക് നിങ്ങൾ കൃത്യമായ മഹർ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ യുദ്ധത്തിലൊക്കെ മരണപ്പെട്ടു പോയ ആളുകളുടെ മക്കൾ അനാഥരാണല്ലേ. അപ്പോൾ അവരെ ഏറ്റെടുക്കണ സ്വഹാബികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നോക്കുമ്പോൾ എന്താ, ചിലപ്പോൾ ഒരുപാട് സ്വത്തുള്ള അനാഥകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ സൗന്ദര്യമുള്ളവരുണ്ടായിരിക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഈ സ്വത്ത് മറ്റുള്ളവർക്ക് പോകണത് കാരണം ഇവർ തന്നെ ഈ കുട്ടികളെ കല്യാണം കഴിക്കും. അപ്പോൾ കൃത്യമായ മഹറൊന്നും കൊടുക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ കൃത്യമായ മഹർ കൊടുക്കണം. ഇനി ചിലപ്പോൾ ഈ സൗന്ദര്യം ഇല്ലാത്ത കുട്ടികളായിരിക്കാം, പക്ഷേ സ്വത്തുണ്ടായിരിക്കും. അപ്പോഴും ഇവർക്ക് വേറൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ ഇവർക്ക് താല്പര്യമില്ല, ഇവർക്കും വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. കാരണം ഈ സ്വത്ത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് അള്ളാഹുവിടെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ കൃത്യമായി മഹർ അവർക്ക് കൊടുക്കണം. നിങ്ങൾ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, ആഗ്രഹിക്കാത്ത കുട്ടികളും ഉണ്ടായിരിക്കാം, അനാഥകൾ. അവരുടെ വിഷയത്തിലും എന്താണോ വേദഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് മുമ്പ് ഓതി കേൾപ്പിച്ചു തന്നത് അല്ലെങ്കിൽ പഠിപ്പിച്ചു തന്നത് അത് നിങ്ങൾ ഓർക്കുക. പിന്നെ ദുർബലരായ കുട്ടികളുടെ വിഷയത്തിലും നിങ്ങൾക്ക് ഓതി തന്നതൊക്കെ നിങ്ങൾ ഓർക്കുക എന്നാണ് അള്ളാഹുവിടെ പറയണത്. അപ്പോൾ ആയത്ത് നമുക്ക് നോക്കാം. വയസ്തഫ്തൂനക, നമ്മൾ ഫത്വ തേടുക എന്ന് പറയില്ലേ, ഫത്വ എന്നുള്ളത് ആ വാക്കാണ് ഇവിടെ. അപ്പോൾ ഇവർ നിന്നോട് വിധി തേടുന്നു നബിയെ, താങ്കളോട് ഈ സ്വഹാബത്ത് വിധി തേടുന്നു. ഫിന്നിസ, സ്ത്രീകളുടെ വിഷയത്തിൽ. കുൽ, പറയുക, അള്ളാഹു യുഫ്തീക്കും, അള്ളാഹു നിങ്ങൾക്ക് വിധി നൽകുന്നു. ഫീഹിന്ന, അവരുടെ വിഷയത്തിൽ, അതായത് ആ സ്ത്രീകളുടെ വിഷയത്തിൽ അള്ളാഹു നിങ്ങൾക്ക് വിധി നൽകുന്നു. വമാ യുത്സ്ല അലൈക്കും, തലാന്ന് വെച്ചാൽ പാരായണം ചെയ്തു അല്ലേ. യുത്സ്ല അലൈക്കും, നിങ്ങൾക്ക് ഓതിത്തരപ്പെട്ടതും. ഫിൽ കിതാബി, വേദഗ്രന്ഥത്തിൽ. ഫി യതാമൻ നിസാ, അനാഥകളായ സ്ത്രീകളുടെ വിഷയത്തിൽ വേദഗ്രന്ഥത്തിൽ
ഓതിത്തരപ്പെട്ടതും നിങ്ങൾ ഓർക്കുക. എങ്ങനത്തെ അനാഥരാണ്? അല്ലാത്തി ലാ തൂനഹുന്ന മാ കുത്തിബലഹുന്ന, അവർക്ക് രേഖപ്പെടുത്തപ്പെട്ടത്, അതായത് അവർക്ക് അർഹമായ മഹർ നിങ്ങൾ നൽകിയിട്ടില്ലാത്തവരായ അനാഥ സ്ത്രീകളുടെ കാര്യം, അത് നിങ്ങൾ ഓർക്കുക. തർഗബൂന, അവിടെ റഗബ എന്നുള്ളടത്ത് രണ്ടർത്ഥമാണ് അവിടെ വരുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ള അർത്ഥം വരും. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അൻ തങ്കിഹുഹുന്ന, അവരെ വിവാഹം കഴിക്കാൻ. അപ്പം ചില ആളുകൾ ഇവരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കണവരുണ്ടാവും. ചിലപ്പോൾ സൗന്ദര്യമില്ലാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, അവരുടെ സ്വത്ത് പക്ഷെ ഇവർക്ക് വേണമെന്ന് താനും, അങ്ങനെ ആഗ്രഹിക്കണ ആളുകളുണ്ടായിരിക്കാം. അപ്പം അവരുടെ വിഷയത്തിലും നിങ്ങൾ എന്താണോ അള്ളാഹു പറഞ്ഞ നിയമങ്ങൾ അതെല്ലാം നിങ്ങൾ ഓർക്കുക. വൽ മുസ്തളഅഫീന മിനൽ വിൽദാൻ, ദുർബലരായ കുട്ടികളുടെ വിഷയത്തിലും. ഇനി ഇവരുടെയൊക്കെ കാര്യത്തിൽ നിങ്ങൾ എങ്ങനെ നിൽക്കണം എന്നാ പറഞ്ഞത്? അൻ തഖൂമു ലിൽ യതാമ ബിൽ ഖിസ്ത്, നീതി മുറയനുസരിച്ച് നിങ്ങൾ നിലകൊള്ളണം. അപ്പം അൻ തഖൂമു, ഖാമ നിലനിൽക്കുക അല്ലെങ്കിൽ നിലകൊള്ളുക, തഖൂമു നിങ്ങൾ നിലകൊള്ളുക, ലിൽ യതാമ അനാഥകളുടെ വിഷയത്തിൽ, ബിൽ ഖിസ്ത് നീതി മുറയനുസരിച്ച് അല്ലെങ്കിൽ നീതി അനുസരിച്ച് നിങ്ങൾ നിലകൊള്ളണം. വമാ തഫ്അലു, ഫഅലാഞ്ച പ്രവർത്തിച്ചു അല്ലേ? അപ്പം മാ എന്താണോ, നിങ്ങൾ എന്ത് തന്നെ പ്രവർത്തിച്ചാലും, മിൻ ഖൈരിൻ നന്മയായിട്ട്, ഫഇന്നല്ലാഹ എന്നാൽ നിശ്ചയമായും അള്ളാഹു, കാന ആകുന്നു, ബിഹി അലീമ അതിനെക്കുറിച്ച് നന്നായി, ഏറ്റവും നന്നായി അറിയുന്നവനാകുന്നു അള്ളാഹു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. ആദ്യം ഇപ്പോൾ അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് വഴിയെ അള്ളാഹു സ്വർഗത്തോപ്പുകളിൽ അവരെ പ്രവേശിപ്പിക്കും. താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളാണത്. അവരവിടെ നിത്യവാസികളായിരിക്കും. ഇത് അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാനമാണ്. ഈ വർത്തമാനം പറയുന്നതിൽ വെച്ച് ഏറ്റവും സത്യവാൻ ആരാണ്? അള്ളാഹുവാണ്. അപ്പോൾ ഏതൊരു വാക്ക് പറഞ്ഞാലും അല്ലെങ്കിൽ ആരൊക്കെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്താലും അതിലേറ്റവും സത്യവാനായിട്ട് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പോൾ ഇത് ഈ പറയുന്ന വാഗ്ദാനം സത്യമാണ് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, നിങ്ങളുടെ വ്യാമോഹങ്ങൾ അനുസരിച്ചോ അല്ലെങ്കിൽ വേദക്കാരുടെ വ്യാമോഹങ്ങൾ അനുസരിച്ചിട്ടോ ഒന്നുമല്ല കാര്യങ്ങൾ തീരുമാനിക്കണത്. ആരാണോ തിന്മ ചെയ്തത് അവർക്ക് അതിനുള്ള പ്രതിഫലം, അതായത് ശിക്ഷ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങളെ സഹായിക്കാൻ അള്ളാഹു അല്ലാണ്ട് വേറൊരാളും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അല്ലേ? ഇവിടെ ഈ പടയങ്കി മോഷണ സംഭവത്തിൽ ഈ ബനൂ ലഫർ ഗോത്രക്കാരെന്താ വിചാരിച്ചത്? അവർ അൻസ്വാരികളാണ്, ദീനിൽ ഏറ്റവും മുൻഗണന നൽകുന്ന ആളുകളാണ് അല്ലേ? മക്കത്ത് നിന്നും ഹിജറ വന്ന മുഹാജിറുകളെ സഹായിച്ച ദീനിൽ വളരെ ഉയർന്ന സ്ഥാനമുള്ള ആളുകളാണ് ഈ അൻസ്വാരികൾ. പക്ഷെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് മറന്നു പോവോ? ഇല്ല. അവരെന്താ വിചാരിച്ചത്? അവരെല്ലാവരും കൂടി വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇയാൾക്ക് വേണ്ടി വാദിച്ചു അല്ലേ? അപ്പോൾ അള്ളാഹു പറയാണ്, നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നല്ല കാര്യങ്ങൾ, നിങ്ങൾ വെറുതെ ദീനിലുണ്ട് അല്ലെങ്കിൽ പ്രവാചകന്റെ അനുയായികളാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പേരുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. നിങ്ങളുടെ വ്യാമോഹം അനുസരിച്ചിട്ടല്ല കാര്യം. ഇനി വേദക്കാരുടെ വ്യാമോഹങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ? അവർ പറഞ്ഞെന്താ, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മക്കളാണ്, അള്ളാഹുവിൻ്റെ ഏറ്റവും അടുപ്പക്കാരാണ്, ഞങ്ങൾ നരകത്തിൽ പ്രവേശിക്കൂല, ഞങ്ങൾക്ക് വേണ്ടി മാത്രമാണ് സ്വർഗം ഉണ്ടാക്കിയേക്കണേ എന്നൊക്കെയാണ് അവരുടെ വ്യാമോഹങ്ങൾ. അപ്പോൾ അതും പോലെയല്ല കാര്യങ്ങളുള്ളത്. ആര് തിന്മ പ്രവർത്തിച്ചാലും അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും എന്ന് അള്ളാഹു പറഞ്ഞു. പിന്നെ പറഞ്ഞു, ഇനി ആരെങ്കിലും ഒരു നന്മ ചെയ്താലോ, അതൊരു സ്ത്രീ ആവട്ടെ ഒരു പുരുഷനാകട്ടെ, അവൻ വിശ്വാസിയായിക്കൊണ്ടായിരിക്കണം ആ സൽക്കർമ്മം ചെയ്യേണ്ടത് എന്നാണ് അവിടെ പ്രത്യേകം അടിവരയിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം. അങ്ങനെ ചെയ്യണ ആളുകൾക്ക് അള്ളാഹു അവിടെ സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അവർക്ക് ഒരു തരിമ്പ് പോലും, ഒരു നഖീർ, ഒരു ചെറിയ ഒരു അളവ് പോലും അള്ളാഹു അവരോട് അനീതി കാണിക്കുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ അള്ളാഹു അവിടെ ഓർമ്മിപ്പിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ട്. കാരണം ഈ പറഞ്ഞ എല്ലാ വിഭാഗക്കാരും അംഗീകരിക്കുന്ന ഒരു പ്രവാചകനാണ്. എല്ലാവരും പറയണത് ഞങ്ങളുടെ പിതാവ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമാണെന്നാണ്. അപ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ പാത ഏതാണെന്നാണ് അള്ളാഹു ആദ്യം പറഞ്ഞു തന്നെ അല്ലേ നമുക്ക്? ആരാണോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ പാത നിഷ്കളങ്കമായി കൊണ്ട് പിൻപറ്റുന്നത്, തൻ്റെ മുഖത്തെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തുന്നത്, അവനാണ് ഏറ്റവും നല്ലവാൻ, മതത്തിൽ ഏറ്റവും നല്ലവാൻ അവനാണെന്ന് പറഞ്ഞു. പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയ്ക്ക് അള്ളാഹുവിൻ്റെ അടുത്തുള്ള സ്ഥാനം പറഞ്ഞു അല്ലേ? അള്ളാഹുവിൻ്റെ ഏറ്റവും ഉറ്റ ചങ്ങാതിയായി അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ അള്ളാഹു എന്താ പറഞ്ഞത്? ആകാശവും ഭൂമിയിലുള്ളതൊക്കെ അള്ളാഹുവിൻ്റേതാണ്. അള്ളാഹു എല്ലാ വസ്തുക്കളെയും വലയം ചെയ്യുന്നവനാണ്. അപ്പം എല്ലാത്തിൻ്റെയും ആധിപത്യം അള്ളാഹുവിനാണെന്ന് അള്ളാഹു പറഞ്ഞു തന്നു. പിന്നെയാണ് പറഞ്ഞത് സ്ത്രീകളുടെ വിഷയത്തിൽ ഈ സ്വഹാബികൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അവരുടെ വിഷയത്തിൽ ഞങ്ങൾക്കൊരു വിധി പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ചോദ്യം എന്താന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ. ഒരു സ്ത്രീകളുടെ വിഷയത്തിൽ എന്തോ ഒരു കാര്യത്തിൽ ഇവർ വന്ന് വിധി ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു മുമ്പ് ഒരുപാട് വിവാഹം കഴിച്ചിരുന്ന ഒരു രീതിയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അവരുടെ ആ കാലഘട്ടത്തിൽ അതൊരു തെറ്റായിരുന്നില്ല. കാരണം അവരുടെ നാട്ടിൽ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു അത്. കുറേ വിവാഹങ്ങൾ കഴിക്കുക, അവർക്ക് തോന്നുമ്പോഴൊക്കെ വിവാഹം കഴിക്കും. എന്നിട്ട് ചിലപ്പോൾ മറ്റുള്ള ആദ്യത്തെ ഭാര്യമാരൊന്നും തിരിഞ്ഞു നോക്കണം കൂടി ഉണ്ടാവില്ല.
അപ്പോൾ അവർക്കതൊരു മോശമായിട്ട് തോന്നിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഈ 4 ഭാര്യമാരെ വരെയായിട്ട് അള്ളാഹു അവിടെ ഒരു കൺട്രോൾ വെക്കണം. വിവാഹത്തിൽ നിങ്ങൾക്ക് മാക്സിമം 4 വരെയാവാം എന്ന് പറഞ്ഞു. പിന്നെന്താ, ഈ 4 പേരിലും നീതി നടപ്പാക്കണം എന്നും ഒരു നിയമം വെച്ചു. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലാണ് നമുക്ക് 4 വിവാഹം എന്ന് കേൾക്കുമ്പോൾ അതൊരു ഭയങ്കര മോശത്തരായിട്ട് തോന്നേ. അന്ന് എന്ന് വെച്ചാൽ ഈ 15 അല്ലെങ്കിൽ 20 ഒക്കെ വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ അതിൽ കൂടുതലോ വിവാഹം കഴിച്ചിരുന്ന ആളുകൾക്ക് അവിടെ ഒരു കൺട്രോളാണ് അള്ളാഹു ആദ്യം കൊണ്ടുവന്നത്. എന്നിട്ട് അവിടെ അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് ഈ 4 പേരോടും നീതി കാണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പേടി തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒരെണ്ണം വിവാഹം കഴിച്ചാൽ മതി, അതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കാനാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ അനാഥകളുടെ കാര്യം, ആ സമയത്ത് ഒരുപാട് അനാഥ മക്കളുണ്ടായിരുന്നു. പല യുദ്ധങ്ങളിലും പല സ്വഹാബികളും മരണപ്പെട്ടു പോവും. അപ്പോൾ അവരുടെ അനാഥകളുടെ സംരക്ഷണം ഏറ്റെടുക്കുന്ന ആളുകൾക്ക് പല ഉദ്ദേശം ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ ഇവരുടെ സ്വത്തായിരിക്കാം, അല്ലെങ്കിൽ സൗന്ദര്യമായിരിക്കാം, അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അള്ളാഹു അവിടെ പറഞ്ഞു, നിങ്ങൾ അനാഥകളുടെ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, അവരോട് നീതി പാലിക്കണം. നിങ്ങൾ അവരെ വിവാഹം കഴിക്കുകയാണെങ്കിൽ കൃത്യമായ മഹർ അവർക്ക് നിങ്ങൾ നൽകണം. ഇനിയല്ല, ബലഹീനരായ കുട്ടികളുണ്ടായിരിക്കാം, അപ്പോൾ അവരുടെ വിഷയത്തിലും നിങ്ങൾ കൃത്യമായി നീതി അനുസരിച്ച് അവരോട് വർത്തിക്കണം എന്നൊക്കെ അള്ളാഹു പറഞ്ഞു തന്നു. ഇനി നിങ്ങൾ എന്ത് തന്നെ നന്മയായിട്ട് ചെയ്താലും അതൊക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്ത് അവസാനിപ്പിച്ചത്. ഇനി തുടർന്ന് അടുത്ത പേജിലും വരുന്നത് ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്തൊരു ഓഡിയോയിൽ നോക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.